സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുന്നു, സുഖമായി കിടന്നുറങ്ങുന്നതാണ്. അതുപോലെ എല്ലാ ജീവജാലങ്ങളും ഇപ്പോൾ സിംഹമാണെങ്കിൽ പോലും വയറ് നിറച്ച് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങും, ആരെയും ആക്രമിക്കാൻ പോവില്ല. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടത് സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. മനുഷ്യനും വേണ്ടതാണ്. ഈ മനുഷ്യന് ഈ സുഖത്തിന് വേണ്ടി, സുഖവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാള് ശ്രമിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മദ്യം അല്പം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു നല്ല സുഖകരമായ ഒരവസ്ഥ ലഭിച്ചു. ആ സുഖകരമായ അവസ്ഥ ലഭിച്ചത് കൊണ്ടാണ് പിന്നെയും ഈ സുഖകരമായ അവസ്ഥ ലഭിക്കാൻ വേണ്ടി പിന്നീട് മദ്യപിക്കേണ്ടി വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും, പേരൻസിന്റെ ഒക്കെ പ്രതിബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും, അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനും, സുഖകരമായ അവസ്ഥയിലേക്ക് വരാനും വേണ്ടി നമ്മളെ ആദ്യകാലത്ത് മദ്യം സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അതിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പൊ ആ സുഖകരമായ ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ ശരിക്കും സുഖകരമായി ജീവിച്ച് പോവേണ്ട ഒരു റൂട്ട് ഉണ്ടായിരുന്നു. ആ റൂട്ട് യഥാർത്ഥത്തില് വഴി തെറ്റിപ്പോവുക ചെയ്തു. പോവേണ്ട റൂട്ടിലല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് പറ്റിയ ഒരു വലിയ, അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോ എന്താ വെച്ചാൽ അയാളുടെ ചിന്താഗതി മാറിയപ്പോ മനസ്സ് മാറി, കാഴ്ചപ്പാട് മാറി, അങ്ങനെ പേഴ്സണാലിറ്റി മാറി, വ്യക്തിത്വം മാറി, എല്ലാം ഏതോ ഒരു ആ, യഥാർത്ഥത്തിൽ നമ്മൾ ആവേണ്ടതല്ല നമ്മൾ ആയി മാറിയത് ഈ മദ്യപാനം വന്നത്. ഇപ്പൊ ഒരു വേറെ ഒരു ചിന്തയാണ്. ആ എല്ലാ ചിന്തയും മദ്യത്തിന് അനുകൂലമായിട്ടായതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പല സമയത്തും ഒഴിവാക്കേണ്ടി വന്നു. അത് ചിലപ്പോൾ വീട്ടുകാരുടെ കാര്യം ഒഴിവാക്കേണ്ടി വരുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ ഒഴിവാക്കേണ്ടി വരുന്നു, പല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു, ഉത്തരവാദിത്തം മാറി നിൽക്കേണ്ടി വന്നു. എല്ലാം നമുക്ക് ചെയ്യേണ്ടി വന്നത് നമ്മൾക്ക് ഈ സുഖകരമായ അവസ്ഥയെ തേടി നമ്മൾ ഇരിക്കുന്നത് കൊണ്ട്. ഒരു യാത്ര പോകുമ്പോഴാണേലും എല്ലാവരും ഒന്നിച്ച് യാത്ര പോകുമ്പോഴാണേലും നമ്മളുടെ സുഖകരമായ അവസ്ഥ മദ്യപിച്ചാലായതുകൊണ്ട് നമ്മൾ മദ്യപിക്കാൻ പോകും. അപ്പൊ ബാക്കിയുള്ളവരുടെ സുഖ സുഖത്തെ പറ്റി ഒന്നും നമ്മൾ ഓർത്തില്ല. അങ്ങനെ അപ്പൊ ഈ സുഖം നമുക്ക് ഈ സുഖം അനുഭവിക്കാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ സുഖവും സ്വാതന്ത്ര്യവും നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും അനുഭവിക്കാം. പക്ഷേ മറ്റൊരാളുടെ സുഖവും സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്താനുള്ള അവകാശമില്ല. അങ്ങനെ പോയാൽ നമുക്ക് ആ സമൂഹത്തിൽ ജീവിക്കാൻ വലിയ പണിയായിരിക്കും. അതാണ് നമുക്ക് സംഭവിച്ചത്. നമുക്ക് സുഖകരമായ അവസ്ഥയിലേക്ക് നമ്മൾ മദ്യപിച്ച് പോയപ്പോ, മദ്യപാനത്തിന്റെ അളവ് കൂടിയപ്പോ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പല ആൾക്കാരുടെയും സുഖവും പോയി, സന്തോഷവും പോയി. നമ്മൾക്കാണെങ്കിൽ സുഖവും സന്തോഷവും ഒട്ടും ലഭിച്ചിട്ടുമില്ല. അപ്പൊ ഒരു വ്യത്യസ്തമായ ഒരു ഇതിൽ, പക്ഷെ നമുക്കാണെങ്കിൽ ഈ സാധനം ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതം ഒരു എന്റെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് കുടിക്കാതിരിക്കുകയാണ് വേണ്ടതെന്ന് പറയും. ഈ ഇങ്ങനെ ഇത്രയും കാലം നമ്മള് കഴിഞ്ഞുപോയ കാലങ്ങളെ എടുത്ത് വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ഞാൻ കുടിക്കാതിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ചിത്രം കിട്ടും. ഞാൻ സുഖം അനുഭവിക്കാൻ വേണ്ടി കുടിച്ചിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട്, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, യാത്ര ചെയ്യുമ്പോൾ നല്ല യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇത് കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇതൊക്കെ ചെയ്യുമ്പോഴും എന്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നെങ്കിലും മറ്റൊരാളുടെ സുഖത്തിന് തടസ്സപ്പെടുത്താൻ പാടില്ല. എല്ലാ നിയമങ്ങളും അങ്ങനെയാണ്. നിയമങ്ങള് എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പൊ എനിക്ക് വണ്ടി ഏത് റോട്ടിലൂടെയും വണ്ടി ഓടിച്ചു പോകാനുള്ള അവകാശമുണ്ട്. പക്ഷെ വേറൊരാളുടെ വണ്ടിക്ക് ബ്ലോക്ക് ഇടാനുള്ള അവകാശം എനിക്കില്ല. അത് കേസാവും. ഇപ്പൊ യാത്രേന്റെ കാര്യം അങ്ങനെയാണ്. അതുപോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് സുഖം അനുഭവിക്കാനുള്ള അർഹത ഉണ്ടെങ്കിലും, അതിനുള്ള അവകാശം ഉണ്ടെങ്കിലും മറ്റൊരാളുടെ സുഖത്തിനെ തടസ്സപ്പെടുത്താനുള്ള അവകാശമില്ല. പക്ഷെ മദ്യം ഇതിനെല്ലാം വിലങ്ങുതടിയായി നിന്നു. മറ്റൊരാളുടെ സുഖവും സന്തോഷവും പരിഗണിക്കാതെ അവരെത്രമാത്രം കഷ്ടപ്പെട്ടാലും ശരി എന്റെ സുഖം എനിക്ക് അനുഭവിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് മാറി. എന്നിട്ടോ നമ്മൾക്ക് സുഖം അനുഭവിക്കുന്നില്ല. കാരണം നമുക്ക് സുഖം കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആദ്യകാലത്ത് മദ്യപിച്ചിട്ട്. അത് പിന്നീട് കിട്ടാതായിപ്പോയി. അപ്പൊ അതിനെ തേടി നമ്മൾ വീണ്ടും അടിക്കുന്നതോടുകൂടി നമ്മളുടെ ചിന്താശേഷിയെ മൊത്തം തകരാറിലാക്കുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ആക്സിഡന്റ് വരെ സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന വർത്തമാനം മോശമാവുന്നു.
വായി കിടക്കുന്ന സാധനം എന്തും വിളിച്ചു പറയുന്നു. അങ്ങനെ അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാതെ പോകുന്നു. സമയത്തെ മൈൻഡ് ചെയ്യുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സമയം. നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്തെ നമ്മൾ പരിഗണിക്കുന്നില്ല. സമ്പത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള യുക്തിപരമായ തീരുമാനമില്ല. പൈസ എങ്ങനെയാ കിട്ടുക, എങ്ങനെയാ പോവുക, കടമുണ്ടോ, അത് വീട്ടണ്ടേ, ഇതുങ്ങളെ കാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ യുക്തിപരമായി ചിന്തിക്കാൻ പറ്റാതെ വന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് വല്ലാതെ തകരാറിലായി. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര വിള്ളല്. കുടുംബ ബന്ധമായാലും ശരി, സാമൂഹ്യ ബന്ധമായാലും ശരി, കംപ്ലീറ്റ് തകരാറായി. ജോലി സ്ഥലത്ത് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റാതായി. മേലധികാരികള് ഈ കുടിച്ചു വന്ന ആൾക്കാരോട് ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി. ഇതിന് പുറമെ വീട്ടുകാരുമായിട്ട് കച്ചറുണ്ടാക്കിയിട്ട് കേസായി, പോലീസ് സ്റ്റേഷനായി, കോടതിയായി, ജയിലായി, ഇങ്ങനെ ഓരോ ഘട്ടത്തിലേക്ക് മാറി 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 ആൾക്കാർ പോവുക. എന്നാലും ഈ കുടി കൊണ്ടുണ്ടാക്കിയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ ആ സന്ദർഭത്തിൽ മറ്റവര് ചെയ്ത തോന്നിയാസം കൊണ്ടാണ് ഞാനിത് ചെയ്യേണ്ടി വന്നതെന്നാണ്. അപ്പൊ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാതായി പോയത് നമ്മളുടെ ഈ കുടിയാണ് എന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കാതെ ഇതിനൊക്കെ കാരണം നമ്മൾ പുറമേയുള്ള ആൾക്കാരിൽ ചാർത്തി വെക്കുക ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ മറ്റുള്ള ആൾക്കാർ കേസ് കൊടുക്കാൻ തുടങ്ങി, അവര് കച്ചറുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഈ നമ്മളുടെ കുടിയെ കുറിച്ച് എപ്പോഴും പറയാനും തുടങ്ങി, പരാതി പറയാൻ തുടങ്ങി, നിങ്ങളുടെ കുടി ശരിയല്ലെന്ന്. ഈ സമയത്തൊക്കെ എന്റെ കുടി ശരിയാണോ ഇല്ലയോ എന്നുള്ളൊരു ഞാൻ തീരുമാനിച്ചോളാം, അത് നിങ്ങളാരും വരണ്ട, എനിക്കറിയാം എങ്ങനെ കുടിക്കാമെന്ന് എന്ന ഒരു ന്യായീകരണമായിട്ട് നമ്മൾ ഒരുപാട് കാലം നടക്കുകയും ചെയ്തു. അവസാനം ഗതികെട്ട ഒരവസരത്തിലാണ് നമ്മൾ പല ആൾക്കാരും ഇത് നിർത്തണം എന്ന് തോന്നുന്നത്. ഇത് നിർത്താനുള്ള തോന്നലുണ്ടായപ്പോ പോലും എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ ജീവിക്കുന്നത്? കുറച്ചൊക്കെ സുഖിക്കാനല്ലേ? അത് കുറച്ച് മദ്യപിച്ച് സുഖിച്ച് ജീവിക്കണ്ടേ? ഏതായാലും ചാവൂലേ? ഞാൻ ഏതായാലും ചാവും, ഇപ്പൊ കുറച്ച് കുടിച്ച് മരിച്ചാലെന്താ കുഴപ്പം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. ഇപ്പൊ ഇത്ര ത്യാഗം ചെയ്തിട്ട് ജീവിക്കേണ്ടതുണ്ടോ? അപ്പൊ എന്റെ ജീവിതം മറ്റുള്ളവർക്ക്, ഞാൻ കുടിക്കാതിരിക്കുന്നത് ഞാൻ എന്തോ ത്യാഗം ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ്. അതായത് എന്റെ വീട്ടിലുള്ളവർക്ക് സുഖകരമായി താമസിക്കാൻ ഞാൻ എന്റെ സുഖം ഉപേക്ഷിക്കുകയാണ്. എന്റെ നാട്ടിലുള്ളവർക്ക് സുഖമായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ എന്റെ സുഖം ഉപേക്ഷിക്കുകയാണ്. ഞാൻ അധ്വാനിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും എനിക്ക് വേണ്ടിയാണ്, അത് ഞാൻ കുടിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ സുഖം അനുഭവിക്കുന്നതിന് ആർക്കപ്പ തടസ്സം? ഞാൻ കുടിക്കാതിരിക്കുകയാണ് എങ്കിൽ അത് ഞാൻ എനിക്ക് വേണ്ടിയല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആർക്ക് വേണ്ടിയാ കുടിക്കാതിരിക്കുന്നത്? അപ്പൊ എനിക്ക് കുടിക്കുക വേണ്ടേ, കാരണം എനിക്ക് അത്യാവശ്യം സുഖം വേണമല്ലോ. അപ്പൊ ഈ സുഖത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് പലപ്പോഴും നമ്മളെ കുടിയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സുഖം എന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല സുഖം എന്ന് പറയുന്നത് എന്റെ ചുറ്റുമുള്ളവർ സുഖകരമായി ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ സുഖകരമായി. എന്നോടൊപ്പമുള്ള ആൾക്കാരെല്ലാവരും സുഖകരമായിരിക്കുന്നു. അത് സന്തോഷം അങ്ങനെയൊക്കെ തന്നെയാണ്. സന്തോഷം ഉണ്ടാവണമെങ്കിൽ എനിക്കല്ല സന്തോഷം ഉണ്ടാവേണ്ടത്, എന്റെ ചുറ്റുമുള്ളവർ സന്തോഷമാണെങ്കിൽ, അതായത് സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കയറി വരുന്നത് എങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാവും. ഒരു വീട്ടില് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളവിടെ വന്നാൽ നമുക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും എന്റെ സന്തോഷവും എന്റെ സുഖവും നിലനിൽക്കുന്നത് എന്റെ കൂടെയുള്ളവരുടെ സന്തോഷത്തിലാണ് എന്ന് നമ്മൾക്ക് ഒരു ഒരു ജനറൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്റെ സുഖം എന്ന് പറയുന്നത് എനിക്ക് ഒറ്റയ്ക്കുള്ള സുഖം, ഞാൻ തന്നെ തേടുന്ന സുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മദ്യപിച്ച് സുഖം കണ്ടെത്തുന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് ഈ സുഖം മറ്റുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടായി തീരുക ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ കുടിക്കാതിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. എന്റെ സുഖവും സന്തോഷവും എനിക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും നല്ല മാർഗം കുടിക്കാതിരിക്കലാണ്. അപ്പൊ അടുത്ത ചോദ്യം വരിക, ഈ കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് ഇയാള് ഒരു മോശക്കാരനാവും,
അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനാവും, ഒരു ഊർജമില്ലാത്തവനാവും, ഒരു എന്താ പറയാ, ഏഹ്, ഒരു മൊയന്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരു ഇതായിട്ട് മാറും എന്ന ഒരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടായിരുന്നു. ശരിയാണ്, ഒരു പരിധി വരെ അത് ശരിയാണ്. ആദ്യ കാലത്ത് അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം കുടിക്കുമ്പോ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഊർജം കുടി മാറ്റി വെക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പൊ കുറച്ചു കാലത്തേക്ക് ഒരു നിസ്സംഗത ഫീൽ ചെയ്യും. ആ നിസ്സംഗതയിൽ നിന്ന് വീണ്ടും ഈ ഊർജം കണ്ടെത്താനുള്ള, നമ്മുടെ മനസ്സിനെ നല്ല എഫക്റ്റീവായി പ്രവർത്തിപ്പിക്കാനുള്ള, സന്തോഷകരമായി നിലനിർത്താനുള്ള ഊർജം കണ്ടെത്താനുള്ള ടെക്നിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അസ്വസ്ഥമായി തന്നെ നിലനിൽക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യന് അവരുടെ ജീവിതത്തില് സന്തോഷത്തിലേക്കുള്ള ഊർജം കണ്ടെത്തുക? ഈ ഊർജം കണ്ടെത്താൻ ഉള്ള കുറെ വഴികൾ പറഞ്ഞു തന്ന ഒരു മഹത്തായ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. എങ്ങനെ നമുക്ക് മദ്യപിക്കാതെ സന്തോഷകരമായി ജീവിക്കാം എന്നുള്ളത്. അങ്ങനെ മദ്യപിക്കാതെ സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത്, ഈ കക്ഷി ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിക്കുക എന്നുള്ളത്. ഒരു ഷഫ്ലിംഗ് നടത്തുക എന്നുള്ളത്. ഇത്രയും കാലം മദ്യം എങ്ങനെ ചിന്തിച്ചാലും അതിന്റെ ഒരു കോണിൽ മദ്യം ഉണ്ടാവും. യാത്ര പോവാണെങ്കിൽ അതിന്റെ ഒരു കോണിൽ മദ്യം ഉണ്ടാവും, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കോണിൽ മദ്യം ഉണ്ടാവും, കല്യാണത്തിന് ഒരു കോണിൽ മദ്യം ഉണ്ടാവും, ബർത്ത്ഡേക്കാണെങ്കിലും അതിന്റെ ഒരു കോണില് മദ്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഒരു മദ്യാസക്തന് ഏതൊരു പരിപാടിയും കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മദ്യത്തെ അങ്ങോട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഇയാളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ മാറ്റി വെക്കണം. അതിനെ അങ്ങോട്ട് മാറ്റി വെക്കണമെങ്കിൽ അതിനൊരു തക്കതായ കാരണം ഉണ്ടാവണം. ഈ തക്കതായ കാരണം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഭാര്യ പിണങ്ങിപ്പോയവരുണ്ട്, മദ്യപിച്ച് പോലീസ് പിടിച്ചവരുണ്ട്, ജയിലിൽ പോയവരുണ്ട്, സാമ്പത്തികമായി വലിയ നഷ്ടം സംഭവിച്ചവരുണ്ട്, അങ്ങനെ വലിയ കച്ചവടം പൊട്ടിപ്പോയവരുണ്ട്, അടിപിടി കൂടിയിട്ടുള്ളവരുണ്ട്, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്. എന്നെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ അച്ഛൻ. നീ പോയി വേറെ എവിടെയും പോയി താമസിച്ചോ, വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക്. അങ്ങനെ ഞാൻ വാടകയ്ക്ക് പോയി താമസിച്ച ആളാ. അപ്പൊ അങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ഷോക്ക്, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ ഒരു സാധനം വന്നപ്പോഴാണ് എന്റെ കുടിയെ കുറിച്ച് ഒന്ന് ആലോചിക്കാൻ എനിക്ക് തോന്നിയത്. എന്റെ കുടി കൂടുതലാന്നല്ല, കുടി കൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലായത്, ഞാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് ഒരു 10 വയസ്സ് വരെ നാട്ടില് മാന്യനായിട്ട് നിന്ന ഒരു മനുഷ്യൻ, പിന്നെ കുറേശ്ശെ കള്ളു കുടിക്കാൻ തുടങ്ങിയ സമയത്തും വലിയൊരു കുഴപ്പമില്ലാതെ നിന്ന ആള്, പിന്നീട് എന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടപ്പോ കേന്ദ്ര ബിന്ദു മദ്യമായി മാറിയ ഒരു മാരകമായ ഒരു അവസ്ഥയുണ്ട്. ഒരു 5-8 വർഷക്കാലം കേന്ദ്രം മദ്യമായിട്ട്. ആ സമയത്ത് കുടിക്കാൻ ആരും വേണമെന്നില്ല, കുടിക്കാൻ സമയം പ്രശ്നമല്ല, കുടിക്കാൻ പൈസ പ്രശ്നമല്ല, കുടിക്കാൻ കൂട്ടുകാർ പ്രശ്നമല്ല, ഒന്നും തടസ്സമല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി മനസ്സിലായി. അങ്ങനെ വന്നപ്പോഴാണ് ഞാന് കുടിക്കാതിരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ കുടിക്കാതിരിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എയിൽ വന്നപ്പോ മനസ്സിലായി. ഈ പറഞ്ഞ മേഖലയിലൊക്കെ ഞാൻ എന്ന് പറഞ്ഞ ആള് എത്തിച്ചേരേണ്ട ഒരു റൂട്ടുണ്ട്. ഒരു ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ സന്തോഷവും എന്റെ ഉന്നമനവും, അതുപോലെ എന്റെ കൂടെയുള്ളവരുടെ സന്തോഷവും അവരുടെ ഉന്നമനം, എന്റെ കുടുംബത്തിലെ, എന്റെ നാട്ടിലെ, അതുപോലെ എന്റെ പ്രദേശത്തെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ഞാൻ. പക്ഷെ ഇവിടെ നിന്നൊക്കെ ഞാന് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് യഥാർത്ഥത്തില് എനിക്ക് കൂടി നിർത്തണം എന്ന ഒരു തോന്നൽ. ഇങ്ങനെ ഒരാളല്ല ഞാൻ. നമ്മൾ ശരിക്കും ട്രാക്ക് മാറിപ്പോയി. ഒരു കാട്ടിലൂടെ കയറി കഴിഞ്ഞ് ഇങ്ങനെ പോവുക. അപ്പോ എത്തിച്ചേരേണ്ട ഒരു വഴിയിലേക്ക്, ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ പോണ സമയത്ത് വഴി തെറ്റിപ്പോയ
റൂട്ട് മാറി പോവുകയല്ല ചെയ്ത്, ശരിക്കും വഴി തെറ്റി പോവുക ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തി ഇതല്ല എന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ശരിയായ വഴിയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അങ്ങനെ ഒരു ലക്ഷ്യം ജീവിതത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഈ വഴി തെറ്റിപ്പോയിട്ടും അതങ്ങനെ അങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സുഖകരമായി ജീവിക്കുക, എന്റെ ഒപ്പം ഉള്ളവർ സുഖകരമായി ജീവിക്കുക. അതിന് നമുക്ക് തടസ്സം വന്നത് നമ്മളുടെ മനസ്സാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച മദ്യത്തോടും അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഗതികളോടും ഉണ്ടാക്കി വെച്ച ഒരു വലിയ പ്രണയമാണ്. മദ്യത്തോട് ഭയങ്കര ഒരു പ്രണയം. ഈ പ്രണയം അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് അത് അങ്ങ് വിട്ട് കളയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അത്രമാത്രം അടുത്ത ഒരു ബന്ധം അതുമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെക്കണമെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഷോക്ക് സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് മാറണം എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഷോക്ക് തീവ്രമാണ് എങ്കിൽ, അതിശക്തമാണ് എങ്കിൽ മാറണം, മാറിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് മാറി ചിന്തിച്ചേ പറ്റൂ എന്ന് അതിശക്തമായ ഒരു ആഗ്രഹം ഇല്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിലെ സന്ദർശകരായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് താൽക്കാലികമായി ഒരു വെടിനിർത്തൽ, ഗാസയിലൊക്കെ വെടിനിർത്തിയ പോലെ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ എന്ന നിലയിൽ പല ആൾക്കാരും ആൽക്കഹോളിക്സ് അനോണിമസ് വന്ന് കുറച്ചു ദിവസമൊക്കെ എങ്ങനെ നടന്ന് അവര് വീണ്ടും അവരുടെ പഴയ താവളത്തിലേക്ക് തിരിച്ചു പോയവർ എത്രയോ പേരുണ്ട്. അവരൊക്കെ അങ്ങനെ ആവാൻ കാരണം ഈ പറഞ്ഞതുപോലെ ഒരു മാറ്റിമറിക്കല്, മനസ്സിനെ മാറ്റിമറിക്കുന്ന ഒരു പരിപാടിയിൽ തയ്യാറായി. അത് തയ്യാറാവാത്തതിന്റെ കാരണം മാറ്റിമറിച്ചു കഴിഞ്ഞാൽ സുഖകരമല്ലാത്ത ഒരു ജീവിതമാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന ജീവിതമാണ് ശരിയായ ജീവിതമെന്നും അതാണ് സുഖസുന്ദരമായ ജീവിതമെന്നും ഏതോ ഒരു ഘട്ടത്തിൽ അറിയാതെ വിശ്വസിച്ചു. അതല്ലാതെ മദ്യമില്ലാത്ത ഒരു ജീവിതം ഒരു ജീവിതമേ അല്ല. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ വളരെ പുച്ഛമായിരുന്നു കുടിക്കുന്ന സമയത്ത്. എന്തിനാണ് അയാൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ജീവിതത്തിന്റെ ആനന്ദം തിരിച്ചറിയാതെ അയാൾ എന്തിനെങ്ങനെ ജീവിക്കുന്നത്? മദ്യപിക്കാതെ നടക്കുന്ന ആൾക്കാരെ കുറിച്ച് മദ്യപിച്ചു നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ശരിയായ സുന്ദരമായ ജീവിതം മദ്യപിച്ചുള്ള ജീവിതമാണ് എന്ന് വിചാരിച്ചു നടത്തുന്ന ഈ മദ്യപിക്കാത്ത ഈ ജീവിതം, ഈ നരകതുല്യമായ ജീവിതത്തിലേക്ക് ഞാൻ പോകണമെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതെ തന്നെ പോകുന്ന ആൾക്കാർ ഉണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, അവരാണ് ഭാഗ്യവാന്മാര്. അത്ര വലിയ ഡീപ്പായിട്ട് നഷ്ടങ്ങൾ സംഭവിച്ച ശേഷമാണ് പലരും തിരിച്ചറിയുന്നത്. എത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് റൂട്ട് മാറ്റി ട്രാക്ക് മാറ്റി കയറുന്നോ അത്രയും ഭാഗ്യവാന്മാർ. അതുപോലുള്ള കുറെ ഭാഗ്യവാന്മാർ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ഡാമേജ് ഒന്നും സംഭവിക്കാതെ തന്നെ പെട്ടെന്ന് റിയലൈസ് ചെയ്തു എനിക്ക് മാറണം, ശരിയാവൂല എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു മാറണം എന്ന് തീരുമാനിച്ച്, കുടിയിൽ നിന്ന് മാറണം എന്ന് തീരുമാനിച്ച് വന്ന ആൾക്കാർക്കാണ് വലിയ പ്രശ്നം ഉണ്ടായത്. എങ്ങനെയാണ് ഈ കുടിക്കാതിരിക്കുക? എങ്ങനെയാണ് ഈ മദ്യപാനം മാറി നിൽക്കുന്നത്? ഇതൊരു വലിയ പ്രോബ്ലമാണ്. കുടിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവം, അവിടുത്തെ പ്രശ്നങ്ങള്, പ്രതിസന്ധി അതെല്ലാം ഒന്നും മാറുന്നില്ല. അതുപോലെ നാട്ടിലെ കൂട്ടുകാർ മാറുന്നില്ല, ബിവറേജ് മാറുന്നില്ല, സാധനം കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷക്കാരും മാറുന്നില്ല, ഈ കൊനിഷ്ഠ വർത്താനം പറയുന്ന വീട്ടിലെ മറ്റുള്ളവരൊന്നും മാറുന്നില്ല. ഒന്നും മാറാതെ എനിക്ക് സ്വസ്ഥമായിട്ട് ഒരു ഇല്ലത്ത് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുള്ള സമയത്ത് ഈ കുടിയാണ് എന്നെ അല്പമെങ്കിലും സമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ കുടി അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാല് ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കുന്നത് എന്ന ഒരു തോന്നൽ വരും. ആ കുടി അങ്ങ് മാറ്റി വെച്ച ശേഷം അതേപോലെയാണ് അയാൾ അവിടെ നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ അയാൾ കുടിച്ചിരിക്കും. അയാൾ ഇനി അവിടെ നിന്നിട്ട് കുടിക്കാതിരിക്കണമെങ്കിൽ ആ കുടിയനായിട്ടുള്ള അയാളുടെ മനസ്സിനെ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ഓവർ നടത്തിയിട്ടില്ല എങ്കിൽ അയാൾ പിന്നെയും കുടിച്ചു. അപ്പൊ ഒരു എന്താ പറയാ, ട്രാൻസ്ഫോർമേഷൻ എന്നാ പറയാ, ഒരു പരിവർത്തനം, ഒരു മാനസിക പരിവർത്തനം സംഭവിക്കുന്നത്. അതായത് ഒരു പുനർജന്മം എന്ന് വേണമെങ്കിൽ പറയാം.
മറ്റൊരു ജീവിതം. ആ ജീവിതത്തിൽ മറ്റൊരു കാഴ്ചപ്പാടാണ്. ഇതുവരെ കണ്ട ഒരു കാഴ്ചയേ അല്ല നമ്മളിപ്പോ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ വരുമ്പോ കാണുന്നത്. ഈ കാഴ്ച എന്ന് പറഞ്ഞ സാധനം നമ്മൾ വിചാരിക്കും, ഏഹ് പലപ്പോഴും എനിക്ക് തന്നെ ഒരുപാട് സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാഴ്ച എന്ന് പറഞ്ഞ സാധനം നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സാധനം, ഈ കാണുന്നതാണ് കാഴ്ച. യഥാർത്ഥത്തിൽ അതല്ല കാഴ്ച. ഈ കാണുന്നതല്ല കാഴ്ച. ഈ കാണുമ്പോ നമ്മളുടെ മനസ്സിൽ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ആ കാഴ്ച കാണുക. റിയൽ ആയിട്ട് പുറമേ ഉള്ള അതല്ല. അതിനെ അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഉള്ളിൽ മനസ്സ് ഒരു സങ്കടമുള്ള ഒരു മനസ്സാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കാണുന്നതിന് ഒരു വെറുപ്പോട് കൂടിയായിരിക്കും അതിനെ കാണുക. ഒരു നല്ല ഒരു ഭയങ്കരമായി അത് ഭയങ്കരമായി ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു കൂട്ടർ ചിരിക്കുന്ന കാണുകയാണെങ്കിൽ ആ കാണുമ്പോൾ നമുക്ക് ചിരിക്കാനല്ല തോന്നും, വല്ലാത്തൊരു അമർഷമാണ് വരിക. അതുപോലെ ഏതെങ്കിലും ഒരു വിജയം ഒരാൾ കൈവരിക്കുകയാണ്. ഒരാളൊരു വിജയം കൈവരിച്ച് എല്ലാവരും അയാളെ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് അയാളോടുള്ള ദേഷ്യമാണ് എങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും അസൂയായിട്ട് വരും. എന്റെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ ആ കാര്യത്തെ കാണുന്നത്. ഇത് എനിക്ക് വലിയൊരു തിരിച്ചറിവാണ്. ഒരേ സംഗതിയെ തന്നെ വ്യത്യസ്ത രീതിയിൽ ഒരാൾക്ക് കാണാൻ പറ്റും. കാണണമെങ്കിൽ അയാളുടെ മനസ്സിന് മാറ്റം വരണം, പരിവർത്തനം സംഭവിക്കണം, ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ഇങ്ങനെ ഒരു മദ്യാസക്തന്റെ ഒരു കാഴ്ചയുണ്ട്. മദ്യപിച്ച ഒപ്പം ഉണ്ടാക്കിയിട്ടുള്ള രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു മനസ്സ്. ആ മനസ്സിന്റെ മനസ്സ്, അതായത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. സബ് കോൺഷ്യസ് മൈൻഡ് ആണല്ലോ നമ്മൾ ഇതെല്ലാം എന്താ പറയാ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്ന സംഗതി. ഇത്രയും കാലത്തെ അനുഭവങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന മനസ്സ്. അത് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു ഒരു ഒരു ചങ്ങാതിയെ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ചങ്ങാതിയാണ് അതിലെ കൂടി നല്ല ഷർട്ട് ഇട്ട് പോകുന്നതെങ്കിൽ, നല്ല ഷർട്ടും നല്ല പാൻറ്റും ഇട്ട് പോവാണ്. അയാളെ കണ്ടപ്പോ വേറൊരാൾ പറയും, അയാൾ നല്ല സുന്ദരനായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയും. നമുക്ക് അയാളുടെ വെറുപ്പുള്ളത് കൊണ്ട് നമ്മൾ അയാളെ കാണുന്നത് ഒരു ദുഷ്ടനായിട്ടാണ്. രണ്ടുപേര് കാണുന്നത് രണ്ട് തരത്തിലാണ്. അയാൾ ഇങ്ങനെ നടന്നു പോകുന്നു, ഒരാളുടെ മനസ്സിൽ അയാളുടെ വെറുപ്പാണ്, മറ്റേ ആളുടെ മനസ്സിൽ അയാളുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് രണ്ടുപേരും രണ്ട് തരത്തിലാണ് കാണുന്നത്. അപ്പൊ അത് അങ്ങനെ കാണാൻ കാരണം രണ്ടുപേരുടെയും മനസ്സാണ്. ഈ മദ്യാസക്തന്റെ ഒരു മനസ്സ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോകത്തെ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സുഖം എന്താന്ന് തീരുമാനിച്ചത്, അത് വെച്ചിട്ടാണ് സന്തോഷം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വെച്ചിട്ടാണ് ആൾക്കാരെ പോലും കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു മനസ്സിനെ കംപ്ലീറ്റ്ലി എന്താ പറയാ ഫോമാറ്റ് ചെയ്തിട്ട് പുതിയതിനെ ഇൻസ്റ്റാൾ ചെയ്താലാണ് യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുക. അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ് അത് സാധ്യമാവുക? വലിയ പണിയാണ്. ആ സാധ്യമാവാൻ ഉള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളിലൂടെയാണ്. 12 സ്റ്റെപ്പ് എന്നാണ് അതിന് പറയാ. ശരിക്കും സ്റ്റെപ്പല്ല സാധനം, സ്റ്റെപ്പല്ല, 12 കാര്യങ്ങളാണ്, 12 സൊല്യൂഷൻസ് ആണ്. 12 സൊല്യൂഷൻസിൽ ഏത് സൊല്യൂഷനാണ് ആദ്യം എടുക്കുക എന്ന് ചോദിച്ചാൽ ഏതും ആദ്യം എടുക്കും. ഒന്നാമത്തെ പടി ആദ്യം ചെയ്യുക. ഈ പടി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കോണിപ്പടി എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പടി കയറിയാലല്ലേ രണ്ടാമത്തെ പടി കയറാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ പടി കയറിയിട്ടല്ലേ മൂന്നാമത്തെ പടി കയറാൻ പറ്റുള്ളൂ. അങ്ങനെ കയറി പോകുന്നതാണ് സ്റ്റെപ്പ് അല്ലെങ്കിൽ പടി എന്ന് പറയുന്നത്. ഇതിന്റെ പേര് ഇട്ടിരിക്കുന്നത് പടി എന്നും സ്റ്റെപ്പ് എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അതിന് ഒന്നാമത്തെ പടി കയറിയിട്ടാണ് രണ്ടാമത്തെ പടി കയറുന്നത്. ശരിക്കും ഇത് അങ്ങനെയല്ല. നേരത്തെ ആരോ ഒന്ന് പറഞ്ഞതുപോലെ ഇത് ഒരു പ്രതലത്തിൽ വെച്ചിരിക്കുന്ന 10 എന്താ പറയാ ഒരു നിലത്ത് അല്ലെങ്കിൽ പ്രതലത്തിൽ വെച്ചിരിക്കുന്ന 10 കാര്യങ്ങളാണ്, 12 കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആദ്യം സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും ആദ്യം സെലക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ട, ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് നോക്കി ആദ്യം ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു മാറ്റമാണ് വേണ്ടതെങ്കിൽ, ഒരു മാനസിക പരിവർത്തനമാണ് സംഭവിക്കേണ്ടതെങ്കിൽ ആദ്യം നോക്കേണ്ടത് നമ്മളുടെ മനസ്സിൽ എന്തു മാറണം എന്നുള്ള കണ്ടെത്തൽ. എന്താണ് എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടത്?
എന്റെ ചിന്താഗതി എന്താണ് മാറ്റേണ്ടത്, എന്റെ കാഴ്ചപ്പാടിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത്. അതില് ഈ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞല്ലോ, എന്ത് സംഗതിയെ കുറിച്ചും നമ്മൾ തീരുമാനം എടുക്കുന്ന സമയത്ത് അല്ലെ ആലോചിക്കുന്ന സമയത്ത് അപ്പോ ഇത്രയും കാലത്തെ എന്റെ അനുഭവങ്ങളെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഉപബോധ മനസ്സുണ്ട്. ഈ ഉപബോധ മനസ്സാണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ആ ഉപബോധ മനസ്സിന്റെ ഒരു പിടിവലിയുണ്ട്. ആ വലിയിൽ നമ്മൾ കുടുങ്ങി പോവുക ചെയ്യുക. ഒരു ഉദാഹരണത്തിന് നമ്മള് എന്താ പറയാ, ഏതെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കാന്ന് വെക്കുക, ചെറിയ തീരുമാനം മതി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഏതൊക്കെയോ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്. എന്നാലും എന്നോട് പറയണം, ഒരു ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കണമെങ്കിൽ പോലും ഇപ്പോ ഉള്ള ഒരവസ്ഥയിൽ ഒരു ഷർട്ട് തെരഞ്ഞെടുത്താൽ കിട്ടാൻ മതിയല്ലോ. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഒരുപാട് സജഷൻസ് വെക്കും. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, ഈ മറ്റേ ശരിയാവൂല, ഇത് ശരിയാവൂല എന്ന് പറയും. ഒരു ചായക്കട കയറിയിട്ട്, ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഊണ് വേണോ, ബിരിയാണി വേണോ, മന്തി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊണ് ഊണ് മതി എന്ന് പറയും. ഊണ് കഴിഞ്ഞിട്ട് പൊരിച്ചത് ഏതാ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറെ നേരം ആലോചിക്കും. അപ്പൊ ഈ ഉപബോധ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയും, അയല വാങ്ങണ്ട, കൂന്തൽ പറ്റില്ല, അയക്കോറയ്ക്ക് ഭയങ്കര വിലയായിരിക്കും, പിന്നെ ചെമ്മിയാ അത് ശരിയാവില്ല. ഭയങ്കരമായിട്ട് ഈ ബോധ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സെലക്ഷൻ എടുക്കണത് എന്തോ ഒരു പണിയാന്നറിയും. അത് നമുക്ക് ഓൾറെഡി നേരത്തെ ഇതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ നമ്മളുടെ അറിവ് നമ്മളെ പലപ്പോഴും ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തില് ഇപ്പോ നമുക്ക് ബോധമുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ശരിക്കും വേണ്ടത് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു തീരുമാനം എടുത്താൽ മതി. അതിന് പകരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ നിർദ്ദേശങ്ങളെല്ലാം കേട്ട് അത് നമ്മളുടെ തീരുമാനത്തെ അത് മുഴുവൻ സ്വാധീനിച്ച് അവസാനം എനിക്ക് പൊരിച്ചത് വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തീരുമാനം എടുക്കുക. നമ്മൾക്കാണെങ്കിലും ഒരു പൊരിച്ചത് കൂട്ടി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്ന് ഇങ്ങനെ ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ആര്യ എന്നോട് എന്തോ ഒരു കൊനിഷ്ഠ വർത്തമാനം പറഞ്ഞു. ഈ കൊനിഷ്ഠ വർത്തമാനം പറഞ്ഞപ്പോ ഉള്ളിൽ നിന്ന് കുറേ സംഗതി ഇങ്ങനെ വന്നു. അവള് പണ്ടേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഇതൊന്നും ആദ്യമല്ല, പണ്ട് അങ്ങനെ സംഭവിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഈ ഉപബോധ മനസ്സിൽ നിന്ന് കുറേ സംഗതികളും കൂടെ വരും. ഇതെല്ലാം വന്നതിന് ശേഷമാണ് നമ്മൾ ചിലപ്പോ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ ഒരു മറുപടി പറയും. ആ മറുപടി ചിലപ്പോൾ സ്ട്രോങ് ആയ അല്ലെങ്കിൽ മോശമായ ഒരു മറുപടി ആയിരിക്കും. അപ്പോ അവര് ചോദിക്കും, അല്ല നിങ്ങൾ എന്തേ കിടന്ന് ചൂടാവുന്നേ, ഞാനിപ്പോ എന്താ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അപ്പത്തേക്കും പിന്നെ നീ എന്താ പറഞ്ഞത്, നേരത്തെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പണ്ടത്തെ കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് നമ്മൾ പറയുക ചെയ്യും. അപ്പൊ യഥാർത്ഥത്തില് ഒരു സിറ്റുവേഷനിൽ ഏത് വാക്ക് പറയണം, എന്ത് തീരുമാനം എടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനൊക്കെ ഇപ്പൊ നമുക്ക് ബോധമുണ്ട്, വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് അതിനനുസരിച്ച് വേണ്ടേ നീങ്ങാൻ. ഇപ്പൊ ഉള്ള ബോധ മനസ്സിനനുസരിച്ച് വേണ്ട നീങ്ങാൻ. അതിന് പകരം നമ്മളെ ആരോ നയിക്കുന്നു, ആരോ നയിക്കുന്നു. ആ നയിക്കുന്ന ഒരു സംഗതി വന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമുക്ക് ഉള്ളിൽ നിന്ന് കുറേ തെറ്റായ നിർദ്ദേശങ്ങള് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് തരാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് മോശപ്പെട്ടതായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഒരു കൈക്കൂലി വാങ്ങുക എന്നുള്ള സംഗതിയാണ് തന്നെ ഇരിക്കട്ടെ. അപ്പൊ കൈക്കൂലി വാങ്ങാനാണ് ഒരാള് പൈസ കൊണ്ട് തരികയാണ്. അപ്പോ കൈക്കൂലി വാങ്ങാനുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ അപ്പോ ആണ് ഉള്ളിൽ നിന്ന് പറഞ്ഞ കുറച്ച് വാങ്ങിക്കോളൂ, എല്ലാവരും കൈക്കൂലി വാങ്ങുന്നില്ല, വാങ്ങിക്കൊണ്ട് എന്തോ കുഴപ്പമെന്താ, ഏതായാലും വലിയ പണിയെടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ നിന്ന് കുറച്ച് വാങ്ങിക്കോ 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 എന്നാണ് പറയണതെങ്കിൽ കൈക്കൂലി വാങ്ങാൻ പാടില്ല, ശരിയല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഉദ്യോഗസ്ഥൻ, ഇത് നമുക്ക് ബോധമുണ്ട്. ഈ ബോധമുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാണ്, ഇന്നും പോയി നേരം രണ്ടെണ്ണം അടിക്കാലോ, ഫ്രീ ആയിട്ട് കിട്ടണല്ലോ, അത് തരുന്നല്ലേ, തരുന്നത് വാങ്ങിയപ്പോ എന്താ കുഴപ്പം എന്നിങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നു. അപ്പോഴും നമ്മുടെ ബോധ മനസ്സ് പറയും, കൈക്കൂലി വാങ്ങണത് ശരിയല്ല, അത് ശരിയല്ല, ജോലിക്ക് ശമ്പളം ഏതായാലും കിട്ടണ്ടല്ലോ എന്നൊക്കെ ബോധ മനസ്സ് പറയുമ്പോൾ
ഈ ബോധ മനസ്സിന്റെ തീരുമാനത്തെ ഈ പറയുന്ന ഉപബോധ മനസ്സ് അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ ആ സാധനം കൊണ്ട് വാങ്ങും. ഇതേപോലെയാണ് കുടിക്കാനുള്ള തീരുമാനവും. കുടിക്കാനുള്ള തീരുമാനം ഒരു കുപ്പി കാണുകയാണ്, കുടിക്കാനുള്ള സന്ദർഭം റെഡിയാണ്, ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നു, കുടിക്കാൻ വിളിക്കുന്നു. കുടിക്കാൻ വിളിക്കുമ്പോഴേക്കും നമ്മുടെ ബോധ മനസ്സ് പറയും, നീ കുടിക്കണ്ട, നീ കുടിച്ചാൽ ശരിയാവൂല എന്നൊക്കെ പറയുമ്പോ ഉള്ളിൽ നിന്ന് പറയും, എടാ ഒരെണ്ണം കുടിച്ചാൽ മതി, ഒരെണ്ണം അടിച്ചാൽ മതി, ആദ്യം അടിക്കാൻ നിൽക്കണ്ടെന്നേ, നല്ല സാധനല്ലേ, അവരെന്ത് വിചാരിക്കും, മോശമല്ലേ, നീ വലിയ കുടി നിർത്തി വലിയ ആളാവുമെന്ന് വിചാരിക്കും, അതുകൊണ്ട് നീ ഒരെണ്ണം അടിച്ചാൽ മതി, ഒരെണ്ണം അടിച്ചാൽ മതി എന്ന് ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും. അപ്പോഴും നമുക്ക് വേണ്ട, ഏത് ശരിയാവില്ല, എനിക്ക് കുടിച്ചാൽ ശരിയാവില്ല എന്ന് നമ്മുടെ ബോധ മനസ്സിങ്ങനെ പറയും. അപ്പോൾ ശക്തി ബോധ മനസ്സിനാണ് എങ്കിൽ മാത്രമേ ആ തീരുമാനം എടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോരുള്ളൂ. ബോധ മനസ്സിന് ശക്തി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉപബോധ മനസ്സ് ഉള്ളിൽ നിന്ന് നമ്മളോട് മന്ത്രിക്കുന്ന കാര്യത്തിന്റെ തീരുമാനം എടുത്ത് നമ്മൾ കുടിച്ചു പോരും. അതോടുകൂടി നമ്മൾ നിരാശനാവും. വേണ്ടിയിരുന്നില്ല, വേണ്ടിയിരുന്നില്ല, മോശമായിപ്പോയി. ഇപ്പൊ ഒരു കുറ്റബോധവും വിഷമവും ഒക്കെ വരാൻ തുടങ്ങും. കാരണം എന്റെ ബോധ മനസ്സിൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചാണ്. പക്ഷെ പിന്നെ ആരാണ് ഇത് വേണമെന്ന് തീരുമാനിച്ചത്? എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ്. ഞാൻ ഇങ്ങനെ ഒരെണ്ണം കുടിച്ചാൽ കുഴപ്പമില്ല, പണ്ടത്തെ പോലെ ഒന്നും ആവേണ്ട കാര്യമില്ല, നല്ല ബ്രാൻഡല്ലേ, നല്ല നല്ല ബ്രാൻഡാ, വില കൂടിയ ബ്രാൻഡാ, 10,000 രൂപ വിലയുള്ള സാധനമാണ്, അത് ഒരെണ്ണം ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ നീ അത് എന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോ മനസ്സ് മന്ത്രിക്കുമ്പോ ആ മന്ത്രത്തിന് അനുകൂലമായി നമ്മൾ തീരുമാനം എടുക്കും. എന്നാൽ നമ്മൾ ബോധ മനസ്സിൽ നമുക്ക് നല്ല ബോധമുണ്ട്, ശരിയാവൂല. ബോധ മനസ്സിന്റെ തീരുമാനത്തിന് ശക്തി ഇല്ലാതെ വരുമ്പോ ഈ ഉബോധ മനസ്സിന്റെ തീരുമാനത്തിന് നമ്മൾ വഴങ്ങി കൊടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ആ ഒരവസ്ഥയെ മറികടക്കാൻ ചെയ്യേണ്ട ഒരു പണി, അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു പണി. അതിന് ഈ ഉബോധ മനസ്സിൽ നിന്ന് നമുക്ക് തരുന്ന തെറ്റായ സന്ദേശങ്ങളുടെ ഒരു പട്ടിക തന്നെ നമുക്ക് തയ്യാറാക്കാം. ഏതൊക്കെ തരത്തില് എങ്ങനെയൊക്കെ വരും. അതാണ് എന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് തന്നെ പാരയായിട്ടുള്ള എന്റെ ഉള്ളില് ഞാൻ തന്നെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ചിന്തകളാണ് എന്റെ സ്വഭാവം. അതാണ് ശരിക്കും അതിസൂക്ഷ്മമായും ഭയം കൂടാതെയും നമ്മുടെ ധാർമ്മിക നിലവാരം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. ധർമ്മപരമായ തീരുമാനം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈശ്വരന്റെ ധർമ്മമാണ്. ഈശ്വരന്റെ വഴിയാണ് യഥാർത്ഥ ധർമ്മം. ധർമ്മം, നീതി, ന്യായം, സത്യം, ഇതാണ് ശരിക്കും ധാർമ്മികമായ വഴി. സത്യത്തിനും നീതിക്കും ന്യായത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു വഴിയാണ് ശരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം വരുന്നുണ്ടെങ്കിൽ അത് അധാർമികമാണ്, അന്യായമാണ്, അക്രമമാണ്, തെറ്റാണ്. അതിനെയാണ് തെറ്റെന്ന് പറയുന്നത്. ആ തെറ്റുകളെയും അന്യായത്തെയും അനീതിയെയും അക്രമത്തെയും ഒക്കെ ഒരു ശരി എന്ന നിലയിൽ നമ്മൾ കുറെ കാലം കൊണ്ടു നടന്നു. കാരണം അങ്ങനെയൊന്നും കാണിച്ചു വെച്ചിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അങ്ങനെയല്ലേ കാണിക്കുന്നേ, എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നേ. ഒരുപാട് അപ്പോ അവിടെ ദേഷ്യം പിടിക്കുന്നത് എല്ലാത്തരം ആൾക്കാർ ദേഷ്യം പിടിക്കുന്നു. അഹങ്കാരം, എത്രയോ പേര് അഹങ്കാരം കാണിക്കുന്നു. എല്ലാവരും അഹങ്കാരികളല്ലേ. അസൂയ, എല്ലാവർക്കും അസൂയല്ലേ. സ്വാർത്ഥത, എല്ലാവർക്കും സ്വാർത്ഥതയില്ലേ. ടെൻഷൻ, അതെല്ലാവർക്കും ടെൻഷൻ ഇല്ലേ. അപ്പൊ ഉത്കണ്ഠ, അതെല്ലാവർക്കും ഇല്ലേ. അങ്ങനെ ഓരോ സാധനം എടുത്തു നോക്കുമ്പോ അത് എനിക്ക് എന്റെ ഉള്ളിലുള്ള അലസത, ഈ സമയക്രമം ഇല്ലായ്മ, എപ്പോഴെങ്കിലും ചെയ്യാം, ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വമില്ലായ്മ, സത്യസന്ധതയില്ലായ്മ, ഇങ്ങനെയുള്ള കുറെ സംഗതികളെ ഒക്കെ ഒരു ന്യായീകരിച്ചുകൊണ്ട് അതിന് നമ്മൾ ഈ ബോധ മനസ്സിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ സന്ദർഭം വരുമ്പോഴും നമ്മൾ ഈ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യുക. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ധാർമ്മിക നിലവാരം എന്ന് പറഞ്ഞ് വിലയിരുത്തേണ്ടത്.
ചില ആൾക്കാർ ഈ ധാർമ്മിക നിലവാരം വിലയിരുത്താന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല് അയാൾ കള്ളു കുടിച്ചതിന് ശേഷം ആരോടെങ്കിലും കച്ചറ ഉണ്ടാക്കുകയോ അടിപിടി ഉണ്ടാക്കുകയോ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ സ്വഭാവ ദൂഷ്യമായിട്ട് അയാൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആരോടെങ്കിലൊക്കെ അടിപിടി ഉണ്ടാക്കുകയോ കച്ചറ ഉണ്ടാക്കുകയോ മോശം വർത്താനം പറയുകയോ ചെയ്ത കാര്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ അതല്ല ധാർമ്മിക നിലവാരം എന്ന് പറയുന്നത്. ധാർമ്മിക നിലവാരം അയാളുടെ മനസ്സിൽ ഏഹ് ഈ പറഞ്ഞ സത്യം, നീതി, സ്നേഹം, അഹിംസ അല്ല തുടങ്ങിയിട്ടുള്ള ന്യായം എന്ന് പറയുന്ന ആ പാതയിൽ നിന്ന് വിരുദ്ധമായിട്ട് എന്റെ ഉള്ളിൽ നിന്ന് എന്നെ മന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ, ധാർമ്മിക വിലയിരുത്തൽ വരേണ്ട കാര്യമാണ്. ഈ തരത്തിലുള്ള ഈ ചിന്ത വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന അന്യായം പ്രവർത്തിക്കുന്നത്, അനീതി പ്രവർത്തിക്കുന്ന, അക്രമം പ്രവർത്തിക്കുന്നതൊക്കെ ഈ ചിന്ത വരുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ പ്രവർത്തനം സുഗമമാക്കി നല്ലപോലെ നടത്തണമെങ്കിൽ നമുക്ക് അതിന്റെ പിന്നിലുള്ള ചിന്തയെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ആ ചിന്തയെ നിയന്ത്രിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഏതെല്ലാം തരം അത്തരം ചിന്തകളൊക്കെ നെഗറ്റീവ് ചിന്തകൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തെല്ലാം നെഗറ്റീവ് ചിന്തകളാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പൊ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൈസ കടം വാങ്ങിയിട്ട് അത് കൊടുക്കുക. കൊടുക്കണല്ലോ. അപ്പൊ പൈസ കടം വാങ്ങി നമ്മൾ 10-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി തരാന്ന് പറഞ്ഞു. 30-ാം തീയതി കൊടുക്കണല്ലോ. അതല്ലേ ന്യായം, അതാ നീതി. പക്ഷെ നമ്മള് മുമ്പത്തെ ഒരു ശീലം വെച്ചിട്ട് 30-ാം തീയതി കൊടുത്തില്ല, ഇപ്പൊ എന്താ കുഴപ്പം? 1-ാം തീയതി വിളിച്ചു പറയാം അത് പൈസ ആയിട്ടില്ല എന്ന് പറയാം. 2-ാം തീയതി ഇല്ല, അത് സമയത്ത് കൊടുക്കൂല. ആ കൊടുക്കാത്തതിനൊക്കെ ന്യായീകരണമായിട്ട് നമ്മൾ ഉപബോധ മനസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പൈസ വാങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ എപ്പോഴും കൃത്യം കൊടുത്തോളുന്നില്ലല്ലോ. എന്നാൽ അതിന്റെ നീതി എന്താണ്? നീതി കൃത്യസമയത്ത് 30-ാം തീയതി കൊടുക്കാന്ന് പറഞ്ഞാൽ 30-ാം തീയതി അല്ലെങ്കിൽ 29-ാം തീയതി എങ്കിലും കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ന്യായം. ഈ ന്യായത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പൈസ ഇപ്പോ അവന് പൈസ ഇല്ലാഞ്ഞിട്ടാ, അവന് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അതിപ്പോ ഈ പൈസ എന്റെ കയ്യിൽ നിന്നുള്ള പൈസ കിട്ടിയിട്ട് വേണോ അവന് ഇപ്പൊ കഴിയാൻ? അത് കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളുടെ സ്റ്റോർ ചെയ്ത് വെച്ച് അതൊരു അന്യായമാണ്. ശരിക്കും ഈ പറഞ്ഞ അതൊരു ചെറിയൊരു എക്സാമ്പിളാ പറഞ്ഞത്. അത് പ്രത്യക്ഷത്തിൽ വലിയൊരു കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിലും അത് എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യമാണ്. അത് ധാർമ്മികമായി വിലയിരുത്തുമ്പോൾ വരേണ്ട ഒരു സാധനമാണ്. എനിക്ക് കൃത്യമായി ഈ ഇടപാട് തീർക്കാൻ കഴിയുന്നില്ല. ഇനി അഥവാ ഇടപാട് അന്ന് പൈസ കൊടുക്കാനില്ല എങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ വീട്ടിൽ ചെന്ന് അയാളോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെട്ട് പെടുത്തി എനിക്ക് ഒരാഴ്ച കൂടി സമയം തരണം, ഇന്ന് നിങ്ങൾക്ക് തരേണ്ടതാണ്, എനിക്ക് തരാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് അവധി വാങ്ങി എടുക്കുകയാണെങ്കിൽ അത് ധാർമ്മികമാണ്. അതിന് പകരം അത് മുങ്ങി നടക്കുക എന്ന് പറയുന്നത് അധാർമികമാണ്. അപ്പൊ ഒരു എക്സാമ്പിളാ പറഞ്ഞത്. അപ്പൊ അത്തരത്തില് നമ്മളുടെ ചിന്തകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറെ അധാർമികമായ കാര്യങ്ങൾ, ഈ അധാർമികതയെല്ലാം അന്യായമെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ് എങ്കിൽ അതെല്ലാം നെഗറ്റീവ് തോട്ട്സ് ആണ്. ഈ നെഗറ്റീവ് ചിന്ത വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സിന്റെ എനർജി താഴ്ന്നു പോകും. മനസ്സിനെ ഊർജ്ജസ്വലമാക്കി നിർത്താൻ സഹായിക്കുന്നത് മനസ്സിന്റെ ശക്തിയാണ്. മനസ്സിനൊരു ശക്തി. ആ ശക്തി മനസ്സിലുണ്ടാവുന്നത് ചില ചില ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ചിട്ടാന്ന് അറിയാം. സെറാട്ടോണിൻ, അതുപോലെ തന്നെ ഡോപ്പാമിൻ എന്ന് പറയുന്ന 2 ഹോർമോൺ ആണ് ഈ ഇത് ഡോപ്പാമിൻ പെട്ടെന്ന് ഉണ്ടാവുകയും പെട്ടെന്ന് അത് കുറഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ സെറാട്ടോണിൻ അങ്ങനെയല്ല. സെറാട്ടോണിൻ ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് നിലനിൽക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഈ സത്യസന്ധത പുലർത്തുന്ന ജീവിതമുള്ള ഒരാൾക്ക് സെറാട്ടോണിൻ ഹൈ ലെവലായിരിക്കും. നല്ല എപ്പോഴും സെറാട്ടോണിൻ അയാൾക്കുള്ളത്. അതേപോലെ കൃത്യനിഷ്ഠയുള്ള ഒരാളും അയാളുടെ സെറാട്ടോണിൻ ലെവല് ഓക്കെ ആയിരിക്കും. അതേപോലെ ഈ സത്യത്തിനും നീതിക്കും അനുസരിച്ച് നീങ്ങുന്ന ആളുടെ സെറാട്ടോണിൻ ലെവല് ഹൈ ആയിരിക്കും. അപ്പൊ അയാൾക്ക് നല്ല ഊർജം ഉണ്ടാവും. ഇതിന് വിപരീതമായിട്ടാണ് നിൽക്കണമെങ്കിൽ ഇയാളുടെ സെറാട്ടോണിൻ ലെവൽ താഴ്ന്നു പോവുകയും ഇയാൾ ആകെ ഡൗൺ ആയി പോകും. അങ്ങനെ ഡൗൺ ആയി പോകുന്നത് കൊണ്ടാണ് ഈ ഊർജം ലഭിക്കാൻ വേണ്ടിയാണ് കൃത്രിമ ഊർജ സ്രോതസ്സായ മദ്യത്തെ നമ്മൾ അഭയം പ്രാപിക്കും. അപ്പോ ശരിക്കും
മദ്യപിക്കാൻ പോകുന്നത് ഈ എനർജി കിട്ടാനാണ്, മൂഡ് ഓഫ് ആയതുകൊണ്ടാണ് മദ്യപിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ ആ മൂഡ് ഓഫ് ആവാനുള്ള കാരണം ഈ മനുഷ്യന്റെ ചിന്തയിൽ നിന്നുണ്ടാക്കിയത്. അപ്പൊ ഇയാളുടെ ചിന്ത പോസിറ്റീവ് ആക്കി എടുത്തെങ്കിൽ മാത്രമേ ഇയാൾക്ക് ഈ മദ്യത്തെ അഭയം പ്രാപിക്കേണ്ട ആവശ്യമില്ല അതിന്. അപ്പൊ അതുകൊണ്ട് മദ്യപാനത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചെയ്യേണ്ട ഒരു പണി എന്ന് പറയുന്നത് ഇയാളുടെ മനസ്സിന്റെ ഊർജത്തെ നഷ്ടപ്പെടുന്ന ഏത് സംഗതി ഉണ്ടെങ്കിലും അതിനെ എടുത്ത് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അത് അങ്ങനെ മാറ്റം വരുത്താനും പറ്റില്ല, കാരണം അത് ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, അത് ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ട് അതിനെ മെല്ലെ 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 അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ എടുത്ത് ചെയ്യേണ്ട ഒരു ദീർഘദൂര പ്രോസസ്സാണ് ഈ നെഗറ്റീവ് ചിന്തകളെ എടുത്ത് മാറ്റുക എന്നുള്ളത്. ആ നെഗറ്റീവ് ചിന്തകളെയാണ് യഥാർത്ഥത്തിൽ ആ ചിന്തയിലേക്ക് നയിക്കുന്ന ബോധ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ആശയങ്ങൾ. ആ ആശയങ്ങളാണ് ഈ ചിന്ത ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ആശയങ്ങളെയാണ് എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടത്. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോസസ്സാണ് ഈ 12 പടികൾ. ആദ്യം ഇതുപോലെ എന്തൊക്കെയാണ് എന്റെ എനർജിയെ എനിക്ക് നഷ്ടപ്പെടുത്തുന്ന എന്നിലുള്ള ഈ ചിന്താഗതികൾ, ആ ചിന്താഗതികളെ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ചിന്താഗതിയെ ഇത്രയും കാലമായിട്ട് സ്റ്റോർ ചെയ്തല്ലേ, അതിനെ മാറ്റാൻ കഴിയുന്നില്ലെന്ന്, അതങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ആ മാറ്റാനുള്ള ഒരു എനർജി ഇല്ലാതിരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് എനർജിയെ ശേഖരിക്കാൻ തീരുമാനിക്കുകയാണ്. ഔട്ട്സൈഡ്, പുറമേ നിന്ന് നമ്മൾ ഊർജത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ. ഈ ഊർജം എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക? ആ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു ഏജൻസിയാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചത്തിലെ എനർജി സോഴ്സിനെ ഇട്ടിരിക്കുന്ന പേരാണ് ഈശ്വരൻ എന്നും ദൈവം എന്നൊക്കെ. ശരിക്കും ആ പേര് പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചു പോയ ഒരു മോശം കാര്യമുണ്ട്. അത് ഏതോ ഒരു മനുഷ്യരൂപമാണെന്നും അത് ആകാശത്താണ് ഇരിക്കണതെന്നും അത് അവിടെയാണ് ഇരിക്കണതെന്നും മനുഷ്യനായി പിറന്നു എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് വിളിച്ചാൽ വരും എന്നുള്ള ഒരു ചിന്തയില്ലാത്തത് കൊണ്ട് അതിനെ കുറിച്ചുള്ള വിശ്വാസം ഇല്ലാതായിപ്പോയി. യഥാർത്ഥത്തില് ഈ പറഞ്ഞ സംഗതി ഒരു പ്രാപഞ്ചിക എനർജിയാണ്. എന്റെ ചുറ്റുമുള്ള ഈ വായു തന്നെയാണ് ആ എനർജി. വായു പ്രപഞ്ചത്തിലെ എനർജി. വായു ഒരു എനർജിയാണ്, കാറ്റൊരു എനർജിയാണ്, മഴ ഒരു എനർജിയാണ്. ഈ എനർജി സോഴ്സും കൂടെ ചുറ്റുവട്ടത്തുണ്ട്. പക്ഷെ ആ എനർജി ഇല്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ്. കാരണം ആ എനർജി പോവാൻ കാരണം നമ്മളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളാണ്. ഈ നെഗറ്റീവ് ചിന്ത വരുന്നതോടെ ആ എനർജി മൊത്തം അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ പോസിറ്റീവ് ചിന്തയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എനർജി കയറുമായിരുന്നു. ആ പോസിറ്റീവ് ചിന്ത മനസ്സിലോട്ട് വരുന്നുമില്ല. ആ സമയത്താണ് നമ്മൾ ഈ ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ എനർജിയെ കടമാകുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ എനർജി ഇവിടെ ഉണ്ട്, പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിക്കണം. ഈ ചുറ്റുവട്ടത്തുണ്ടെന്ന് വിശ്വസിക്കണം. അത് ദേവാലയത്തിൽ മാത്രമല്ല, അമ്പലത്തിൽ മാത്രമല്ല, എന്റെ ചുറ്റുവട്ടത്തുണ്ട് ഈ എനർജി. ഒന്ന് പൂർണ്ണമായും അങ്ങ് വിശ്വസിക്കുകയാണ് എങ്കിൽ ആ എനർജിയെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ശ്വാസത്തിലൂടെ നമുക്ക് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുമെന്നൊന്ന് വിശ്വസിച്ചു നോക്കൂ. ഒരു അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അത് വളരെ എഫക്റ്റീവാണ്. ഈ എനർജിയെ ഞാൻ സാങ്കല്പികമായി എനർജിയെ ചാർജ് ചെയ്യുകയാണ്. അത് 100% സങ്കല്പമാണ്. അങ്ങനെ ഒരു എനർജി സോഴ്സ് ഉണ്ട് എന്നുള്ള സങ്കല്പം, അത് പൂർണ്ണമായ സങ്കല്പം, പൂർണ്ണമായ വിശ്വാസം. എന്നിട്ട് രണ്ടാമത്തെ സങ്കല്പം, ആ പൂർണ്ണമായ എനർജി സോഴ്സ് ഞാൻ എപ്പോ വിളിച്ചാലും എനിക്ക് അത് ഡൗൺലോഡ് ചെയ്ത് തരും, എന്നിലേക്ക് ചാർജ് ചെയ്ത് തരും എന്നുള്ള വിശ്വാസം. മൂന്നാമത്തത്, ആ എനർജി പറയുന്നത് പോലെയേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. ആ എനർജി എന്നോട്, അപ്പൊ ആ എനർജിയുമായിട്ടൊന്ന് സംവദിക്കാനുള്ള ഒരു 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 ധാരണ ഉണ്ടാക്കും. ആ എനർജി ആയിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റും. ആ ഒരു എനർജിക്ക് നമ്മൾ പല പേരിട്ട്, യഹോവ എന്നും അള്ളാഹു എന്നും ഈശ്വരൻ എന്നും പടച്ചോൻ എന്നൊക്കെ പറഞ്ഞ് പേരിട്ട ആ ഒരു എനർജി ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് ഒന്ന് കണ്ണടച്ചിരുന്നാൽ, കണ്ണ് തുറന്നു വെച്ചാൽ നമുക്ക് വരുന്നത് കാണാലോ.
പക്ഷെ കണ്ണടച്ചിരുന്നാൽ നമുക്കത് ഫീൽ ചെയ്യും. ഇതൊരു ഫീലിംഗ് ആണ്. ആ എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെന്നുള്ള ഫീൽ. പിന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആവാഹിച്ചു, നമ്മുടെ ഉള്ളിലേക്ക് കയറി, നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചു. അങ്ങനെ നമ്മൾ ഫുൾ എനർജി ആയി എന്ന് അങ്ങോട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ പോയി നമ്മൾ ഈ പെട്രോൾ അടിക്കണ പോലെയാണ്. പെട്രോൾ അടിച്ചു കഴിഞ്ഞാല് നമ്മൾ വണ്ടി കാറൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാല് കാറ് പെട്രോൾ പമ്പിൽ കയറ്റി വെക്കും. എന്നിട്ട് നമ്മള് സ്റ്റിയറിംഗിന്റെ അടിയില് സീറ്റിന്റെ അടിയിലുള്ള ഒരു ബട്ടൺ ലിവറിങ് പൊന്തിച്ചിട്ട് അതിന്റെ പെട്രോൾ പമ്പിന്റെ ഡോറ് തുറക്കും. പെട്രോൾ ടാങ്കിന്റെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുക. പെട്രോൾ ടാങ്കിന്റെ ഡോറ് ടാങ്കിന്റെ ആ ഒരു അടപ്പ് തുറന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ആ പമ്പുകാരൻ അത് അവിടെ എന്തോ ഒന്ന് ഞെക്കുന്ന കണ്ടു. എന്നിട്ട് ആ കുഴല് കൊണ്ടുപോയി നമ്മുടെ ടാങ്കിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവിടെ ആ ഒരു മീറ്റർ ബോർഡിന്റെ മുകളില് 1 ലിറ്റർ 2 ലിറ്റർ 3 ലിറ്റർ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ 10 ലിറ്റർ എന്ന് പറഞ്ഞ അവിടെ ഒരു മാർക്ക് കണ്ടപ്പോ 10 ലിറ്ററിന്റെ പൈസ കൊടുത്ത് പോരുന്നവരാ നമ്മള്. നമ്മള് കണ്ടിട്ടേ ഇല്ല പെട്രോള് വണ്ടിക്കകത്ത് കയറുന്നത്, കണ്ടിട്ടേ ഇല്ല. പക്ഷേ നമ്മള് അത്രയും 10 അല്ലെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു എന്നുള്ള വിശ്വാസത്തിന്റെ മുകളിലാണ് നമ്മൾ പിന്നെ വണ്ടി ഓടിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല പെട്രോൾ അടിക്കുന്നത്, പെട്രോൾ എന്റെ വണ്ടി കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു വിശ്വാസമാണ്. എന്റെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട് എന്നൊരു വിശ്വാസം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ആകെ തെളിവ് എന്ന് പറഞ്ഞാൽ ആ മീറ്റർ ബോർഡിൽ ഒരു 20 ലിറ്റർ 25 ലിറ്റർ എന്നൊരു സാധനം കണ്ടത് മാത്രം ഒരു വിശ്വാസം. ഇതേ വിശ്വാസമാണ്. എന്നിട്ട് പിന്നെ നമ്മള് ഈ ശരിക്കും പമ്പിലേക്ക് എത്തുന്നപ്പോ വണ്ടി റിസർവിലാണ്. അത് കഴിഞ്ഞ് വിശ്വാസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വണ്ടിയുടെ മീറ്ററിന്റെ മുകളില് അവിടെ ഇങ്ങനെ കട്ട ഇങ്ങനെ കറുത്ത കട്ട ഇങ്ങനെ കാണാം. അപ്പോഴും നമുക്കൊരു വിശ്വാസമാണ് പെട്രോള് അത്ര ഉണ്ട് ഉണ്ട്. ഞാൻ എന്നിട്ട് പെട്രോൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ കട്ട നോക്കി കഴിഞ്ഞപ്പോൾ കട്ട കുറെ ഉണ്ട്. അപ്പൊ എന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പെട്രോൾ കാണാതെ സൂചനകൾ കണ്ട് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതേപോലെ ഈശ്വരനെ കാണാതെ തന്നെ ഈശ്വരന്റെ സൂചനകൾ കണ്ട് വിശ്വസിച്ചാൽ മതിയല്ലോ. പക്ഷെ ഈശ്വരന്റെ കാര്യം എത്തുമ്പോ അതിനെ എനിക്ക് കണ്ടാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും. അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഈ സൂചനകളിൽ നിന്ന് മീറ്റർ ബോർഡില് മീറ്റർ ബോർഡിലുള്ള ആ കട്ടയുടെ സൂചന കണ്ടു, പെട്രോൾ പമ്പിലെ നമ്പറിന്റെ സൂചന കണ്ടു, എന്റെ വണ്ടിയിൽ മുഴുവൻ പെട്രോൾ ഉണ്ട് എന്ന് ഉള്ള വിശ്വസിക്കുന്ന പോലെ എന്റെ മനസ്സിലേക്ക് ഈശ്വരൻ എത്തിച്ചേർന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഒരുപാട് സൂചനകളുണ്ട്. ഈ സൂചനകളെ നമ്മൾ അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി എന്നുള്ളത് തിരിച്ചറിയേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഭാഗ്യങ്ങളാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ നമുക്ക് മനസ്സിലാവണം അത് ഇതിന്റെ സൂചനയാണ്. എന്നിൽ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഭാഗ്യങ്ങൾ വരുന്നത്. ചില സാധനമൊക്കെ പെട്ടെന്ന് ഒരു ഓർമ്മ നമുക്ക് വരും. പെട്ടെന്ന് മറന്നു കിടന്നാൽ പെട്ടെന്ന് ഒരു ഓർമ്മ വരും നമുക്ക്. അത് ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടും, അത് ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. എന്തൊക്കെയോ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈശ്വരൻ എന്റെ ഉള്ളിലുണ്ട് എന്നുള്ള സൂചന കിട്ടുന്നുണ്ട്. ഈ സൂചന കണ്ട് മനസ്സിലാക്കുന്നവരാണ് നമ്മളെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സൂചന കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ കാര്യം വരുമ്പോ മാത്രം അത് ഞാൻ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് മാറിയിട്ട് ഇങ്ങനെ ഈ പ്രാപഞ്ചിക ശക്തിയെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് ശരിക്കും 2-3 പടി പറയുന്നത്. അപ്പോഴേക്കും ആ 2-3 പടിയിൽ നമുക്ക് ഭയങ്കരമായ ഒരു എനർജി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ചിന്തകളെയൊക്കെ അതിനെ ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു ധൈര്യം വരെ അത് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓരോന്നെടുത്ത് എന്താ പറയാ സ്വന്തം ആദ്യം ഞാൻ തന്നെ തീരുമാനിക്കുന്നത്, പിന്നെ മറ്റൊരാളോട് പറയുന്നു, ദൈവത്തോട് പറയണു, തയ്യാറാവുന്നു. എന്നിട്ട് അങ്ങനെ ആ ഒരു പ്രോസസ്സില് നമ്മൾ ഒരു കുറച്ച് ദിവസം ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇപ്പോ എന്റെ മനസ്സിൽ നിന്ന് അങ്ങനത്തെ നെഗറ്റീവ് സജഷൻസ് ഒന്നും തന്നെ ഇപ്പൊ വരുന്നില്ല. മുമ്പ് വന്നുകൊണ്ടിരുന്ന ഒരു നെഗറ്റീവ് സജഷൻസും വരുന്നില്ല. കാരണം ഞാൻ ആ സമയം തന്നെ ഈ നെഗറ്റീവ് സജഷൻ വരുന്ന സമയത്ത്
ഞാനിപ്പോ ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ, ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി എന്റെ കാര്യത്തിന് തീരുമാനം എടുക്കുന്നത് ഞാനായിരിക്കും. ഞാൻ എന്റെ തീരുമാനത്തിന്റെ അധ്യക്ഷൻ ഞാനായിരിക്കും. ഒരു കമ്മിറ്റി മീറ്റിംഗ് പോലെയാണ് ഉള്ളിൽ നടക്കുന്നത്. ഭയങ്കര മീറ്റിംഗ് നടക്കും മനസ്സെന്ന്. അപ്പൊ അവിടെ തീരുമാനം ഞാൻ എടുക്കും. കാരണം ഈ തീരുമാനം എടുക്കുന്നത് ശരിയാണ്. ശരിയായ തീരുമാനമാണ്. കാരണം എന്താ? ഈ തീരുമാനം എടുക്കേണ്ടത് എന്താണെന്ന് ശരി അറിയാവുന്ന എന്റെ കൂടെ വേറെ ആളുണ്ട് ഇവിടെ. എന്താണ് ശരിയെന്ന് ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ മതി. ആ, അതാണ് ശരി. എങ്കിൽ പിന്നെ അത് തീരുമാനിച്ചോളൂ. അത് നമ്മളിപ്പോ ബോധ മനസ്സില് ഈ ദൈവത്തെ ഞാൻ കാണുന്നത് ശരി എനിക്ക് ഉപദേശിച്ചു തരാനുള്ള ആളാണ്. ഇപ്പൊ ഒരു സംഗതി ചെയ്യുമ്പോ ആ സംഗതിയിൽ ശരിയായിട്ടുള്ള എന്താണ് എന്നുള്ള ഒരു നിർദ്ദേശത്തിന് നമ്മൾ മറ്റൊരാളോട് ചോദിക്കുമല്ലോ. നമ്മൾ പലപ്പോഴും വേറൊരാളോട് ചോദിച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് വിരുദ്ധമായ ചിലപ്പോൾ മറുപടി കിട്ടിയാലോ. നമുക്ക് അനുകൂലമായ മറുപടി കിട്ടാൻ സത്യസന്ധമായും തീർച്ചയായും നമ്മളുടെ ഒപ്പം നമുക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരൻ മറുപടി പറയുന്ന കേട്ടാൽ മതി. ആ ഈശ്വരന്റെ മറുപടി പലരും കേൾക്കാറില്ല. പലരും കേൾക്കാറില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ഈ ആൾക്കാരൊക്കെ ദൈവമേ എനിക്ക് അത് ശരിയാക്കി തരണേ, ഇത് ശരിയാക്കി തരണേ, അങ്ങനെ ആക്കി തരണേ, ഇങ്ങനെ ആക്കി തരണേ, ഒരുപാട് വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് കുരിശ് വരയ്ക്കാനാണെങ്കിൽ കുരിശ് വരച്ച്, അതല്ല നെറുകയിലും അവിടെ ഇവിടെ ഒക്കെ തൊട്ട് വന്ദിച്ച്, നിലത്ത് തൊട്ട് വന്ദിച്ച് അയാളിങ്ങ് പോരെ ചെയ്യാം. ഇതെല്ലാം കുറെ അങ്ങോട്ട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ടൊന്ന് പറയുമല്ലോ, അത് കേൾക്കാൻ നിൽക്കണ്ടേ? ദൈവത്തിനോട് കുറെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അപേക്ഷ കൊടുത്താൽ ഒരു 5 മിനിറ്റെങ്കിലും വേണ്ടി അതിന് മറുപടി പറയാൻ. ആ 5 മിനിറ്റ് മറുപടി പറയാൻ ഒരാൾ നിൽക്കാറില്ല. അതിനിടയ്ക്ക് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ഇയാളെല്ലാം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് ചിലപ്പോ ദണ്ഡ നമസ്കാരവും നടത്തി അയാൾ ഇറങ്ങിപ്പോരും. ഞാനിപ്പോ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നേരം എന്താണ് അവിടെ നിന്നൊരു മറുപടി, എന്റെ പ്രോബ്ലത്തിന്റെ മറുപടി, അത് ഞാൻ കണ്ണു അടച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഈശ്വരൻ പറയുന്ന മറുപടി എന്താണ് എന്നുള്ള വിവരം എനിക്ക് കിട്ടും. ആ മറുപടി എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ എന്റെ മനസാക്ഷിയിൽ നിന്ന് എനിക്ക് അതിന്റെ മറുപടി കിട്ടും. എന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് എന്റെ മനസാക്ഷി എന്നോട് പറയും, വിജയ നീ ധൈര്യമായിട്ട് പോകും, ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. എന്തൊക്കെ ഉപബോധ മനസ്സിൽ നിന്ന് പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും ഈ ഒരു സംഗതി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായി വിവരം നമുക്ക് തരുന്ന ഒരു ഏജൻസി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ദൈവത്തിന്റെ ശബ്ദമാണ് എന്നത് വിശ്വസിക്കുക. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്ന് കറക്റ്റ് മറുപടി കിട്ടും. ആ മറുപടിക്ക് വേണ്ടി നമ്മൾ ഒന്ന് കാത്തു നിന്നാൽ ധൈര്യമായിട്ട് നീ പോയിക്കോളൂ, പോയിക്കോളൂ എന്ന് പറയും. ആ മറുപടിക്ക് കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരു സ്റ്റെപ്പായി. ആ സ്റ്റെപ്പാണ് ഈ പറഞ്ഞ 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം സ്റ്റെപ്പായി സംഗതി. അപ്പൊ ദൈവത്തിന്റെ ഒരു മറുപടി കിട്ടി. ആ മറുപടിക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ചിന്തകൾ അവിടെ അടങ്ങിയിരിക്കുന്നു പറയണു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ള. നീ അവിടെ മിണ്ടാണ്ടിരിക്കും. ഈ എന്റെ ഉപബോധ മനസ്സിനെ ഞാൻ രണ്ടാക്കിയിട്ട് കാണുന്നു, അതിനെ വേറെ ഒരാളാക്കി മാറ്റി. എന്നിട്ട് അതിന്റെ നിർദ്ദേശങ്ങളെ തൽക്കാലം അവഗണിക്കാൻ തീരുമാനിച്ചു. കാരണം ഇപ്പോഴെനിക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, എനിക്ക് ബോധമുണ്ട്, എനിക്ക് ഈശ്വരനുണ്ട്, ശരിയായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനുമുള്ള ശക്തി എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പഴയ അനുഭവങ്ങളുടെ ഈ മോശപ്പെട്ട അനുഭവങ്ങളൊന്നും എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് കരുതിക്കോ. പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ മറികടന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാന് 2015 ഞാൻ ബൈക്കിന്റെ മുകളിൽ നിന്ന് വീണു. ബൈക്കിന്റെ മുകളിൽ നിന്ന് വീണ് എന്റെ തോളല് പൊട്ടി, വാരിയലൊക്കെ പൊട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഈ അസുഖമൊക്കെ മാറി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഞാൻ ഈ ബൈക്ക് എടുക്കാൻ നേരത്ത് അപ്പൊ എന്റെ ഉപബോധ മനസ്സിൽ നിന്ന് ഇങ്ങ് പറയും, എടാ നോക്കണേ വീഴുവേ, വീഴുവേ. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒക്കെ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും, നോക്കണം കേട്ടോ, ഇതാ മഴ നനഞ്ഞ കിടക്കുക, സ്ലിപ്പ് ചെയ്യേ, വീഴുവേ, വീഴുവേ. അങ്ങനെ വീഴുവെന്ന് ഈ ഉപബോധ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നോടത്തുനിന്ന് ഞാൻ അതിനെ മറികടന്നിട്ടില്ലായിരുന്നു എങ്കിൽ എനിക്കിപ്പോ വണ്ടി ഓടിച്ചു പോകാൻ പറ്റിയത്.
പല ആൾക്കാർക്കും ഇത് ഇങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവും. ഒരനുഭവം വന്നു കഴിഞ്ഞാൽ ആ അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു, ആ ഉപബോധ മനസ്സ് സ്റ്റോർ ചെയ്യുന്നു. ആ ഉപബോധ മനസ്സ് എപ്പോഴും നമുക്ക് താക്കീത് നൽകിക്കൊണ്ടിരിക്കും. നീ പോകണ്ടട്ടോ, വണ്ടി എടുത്ത് പോകണ്ടട്ടോ, ബൈക്കെടുത്ത് പോകണ്ടട്ടോ, വീഴും വീഴും വീഴും. അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം മരത്തെ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാൽ അപ്പോ മരത്തെ കയറാൻ തുടങ്ങുമ്പോഴേക്കും പറയും കയറണ്ടട്ടോ, മരം കയറണ്ടട്ടോ, എന്നാള് വീണത് ഓർമ്മില്ല. പൈസ ആർക്കെങ്കിലും കടം കൊടുക്കാൻ നേരത്ത് അന്നേരം ഉപബോധ മനസ്സൊരു കൊടുക്കണ്ടട്ടോ, എന്നാള് കൊടുത്തിട്ട് കിട്ടാത്ത ഓർമ്മില്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് വേഗം ഫീഡ് ചെയ്ത് ഉപബോധ മനസ്സിൽ വെക്കും. പിന്നെ അതാണ് നമ്മളെ നിയന്ത്രിക്കുക. ആ ഒരു നിയന്ത്രണം തൽക്കാലം ഉപബോധ മനസ്സ് നിയന്ത്രിക്കേണ്ട എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. പ്രസന്റില് എന്താണോ ശരി എന്ന് തോന്നുന്നത് അതിന് തീരുമാനം എടുക്കുക. അത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ ദൈവവുമായിട്ടൊന്ന് സംവദിക്കുക. അങ്ങനെ കുറച്ചു ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് മാറും. നമ്മളുടെ ക്യാരക്ടർ മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ഉള്ളു മാറും, എല്ലാം മാറും. അപ്പൊ അവനവന്റെ അധ്യക്ഷനായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി മാറ്റിയെടുക്കാനുള്ള ഒരു മഹത്തായ പ്രോസസ്സ് വേണം. ഈ പ്രോസസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. അതുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫെലോഷിപ്പ് ആയിട്ട് നിൽക്കുന്നത്. ഏറ്റവും വലിയ ഫെലോഷിപ്പ്. അങ്ങനെ മാറിയ മനസ്സ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം അവിടുന്ന് മാറി നിൽക്കുക ചെയ്യും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ പടികളെ എന്ന് പറയുന്നത് ഞാനിപ്പോ ഉദ്ദേശിച്ചത് ഈ പടികൾ എന്ന് പറയുന്നത് അത് നമ്മളുടെ മനസ്സിൽ നടക്കേണ്ട ചിന്തയിൽ വരുത്തേണ്ട ഒരു മാറ്റത്തിനുള്ള ഒരു സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകളെ എങ്ങനെയൊക്കെ ഒന്ന് വിശകലനം ഞാൻ എൻ്റെതായ രീതിയിൽ നിന്ന് വിശകലനം ചെയ്തതാണ്. എനിക്കത് ഫലപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗുണകരമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. 11:20 എല്ലാവർക്കും സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല നാളുകൾ ആശംസിക്കുകയാണ്. മനസ്സിനെ നമുക്ക് മാറ്റിയിട്ട് പുതിയ ഒരു തലത്തിലേക്ക്, അപ്പോഴാണ് ഒരു എന്താ പറയാ, മദ്യപിക്കുന്ന ആളും മദ്യപിക്കാത്ത ആളും തമ്മിൽ വ്യത്യാസം ഫീൽ ചെയ്യാം. മറ്റേത് ഇയാള് ഏയില് വരുന്നതിന് മുമ്പ് കുടിക്കുന്ന ഒരാൾ കുടി നിർത്തിക്കഴിഞ്ഞാൽ കുടി നിർത്തിയ കുടിയനാണ്, കുടിക്കാത്ത കുടിയനാണ്. അയാൾക്ക് ഒരു സ്വഭാവത്തില് അയാളുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഓക്കെ, താങ്ക് യു. പിന്നെ ആരും ഒന്നും ഉണ്ടാത്ത. ഹായ്, എൻ്റെ പേര് അലക്സ് എന്നാണ്. ഞാനൊരു അമിത മദ്യപാനിയാണ്. 7 സഹായത്തിൽ ഇന്നേ ദിവസം മദ്യപിക്കുകയുള്ള 7 ദിവസങ്ങൾ വികസിച്ചിട്ടില്ല. എല്ലാവർക്കും ഹായ്. ഇന്നത്തെ വിജയൻ മാഷിന്റെ ഹായ് ഇന്നത്തെ വിജയൻ മാഷിന്റെ രസകരമായ ഒരു ടോപ്പിക്കുകളാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചത്.